നമസ്കാരം. കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ട നഗരത്തിലൂടെ കടന്നുപോയ സുനിൽ മോൻ എന്ന ഒരാളുടെ വാഹനത്തിൻ്റെ പിറകിൽ മറ്റൊരു വാഹനം ഇടിക്കുകയും അത് സംബന്ധിച്ച് തർക്കമുണ്ടാവുകയും ചെയ്ത ശേഷം അയാൾ അനുഭവിച്ച പ്രതിസന്ധികളെക്കുറിച്ചൊരു വീഡിയോ ചെയ്തത് സോഷ്യൽ മീഡിയയിൽ വൈറലായി. മറുനാടനടക്കമുള്ള മാധ്യമങ്ങൾ അത് കൈകാര്യം ചെയ്തു. അതിൻ്റെ കാരണം അതൊരു വലിയ സംഭവമായതുകൊണ്ടല്ല. ഇത്തരം സംഭവങ്ങൾ ഈരാറ്റുപേട്ടയുടെ പേരിൽ പലതവണ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കൊണ്ടാണ്. ഈരാറ്റുപേട്ടയ്ക്ക് ഒരുപാട് നന്മകളുണ്ട്, നല്ല മനുഷ്യരുണ്ട്. ഞാൻ പലതവണ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈരാറ്റുപേട്ടയിലെ ഒരു മുസ്ലിം കുടുംബം അവരുടെ പുരയിടത്തിലെ കിണർ ആ നാട്ടുകാർക്ക് മുഴുവൻ വെള്ളമെടുക്കാൻ വേണ്ടി മക്കൾക്ക് കൊടുക്കാതെ എല്ലാവർക്കും അവകാശമുള്ളതായി സ്ഥാപിച്ചിട്ടുണ്ട്. അത്തരം ഒരുപാട് നന്മകളുണ്ട്. അതേസമയം ഈരാറ്റുപേട്ടയ്ക്ക് മതതീവ്രവാദവുമായി ബന്ധമുണ്ടെന്നുള്ള ആരോപണമുണ്ട്. പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള വിവാദ വിഷയങ്ങളിൽ ഈരാറ്റുപേട്ട പ്രതിക്കൂട്ടിൽ എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് വലിയ സംഭവമായി മാറുന്നു. ഈരാറ്റുപേട്ടയെ അപമാനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നഗരസഭാ ചെയർമാൻ പത്രസമ്മേളനം നടത്തുന്നു, പോലീസിൽ പരാതിപ്പെടുന്നു. ഒരുപക്ഷെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു നഗരസഭ ആ നഗരസഭയെ അപകീർത്തിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുന്നത്. പോലീസിൽ പരാതി കിട്ടിയിട്ടുണ്ട്, പോലീസ് കേസെടുക്കുമെന്നും ഈ വിവാദത്തിന് തുടക്കമിട്ട സുനിൽ മോനും അത് പ്രചരിപ്പിക്കുകയും ഷെയർ ചെയ്യുകയും കമൻ്റ് ഇടുകയും ചെയ്തവരുമൊക്കെ പ്രതികളാകുമെന്നുമാണ് റിപ്പോർട്ടുകൾ. ഇവരുമായി ബന്ധമുള്ള ചിലർ പറയുന്നത് സർക്കാർ മാറുകയാണല്ലോ, അതുകൊണ്ട് തന്നെ പണി ഉറപ്പാണെന്നാണ്. എന്ന് വെച്ചാൽ സ്വന്തം അനുഭവം തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ സുനിൽ മോൻ പ്രതിയാവുന്നു. സ്വന്തം അനുഭവം അതിൻ്റെ കീഴെ വന്ന് പറഞ്ഞ മറ്റുള്ളവരും പ്രതിയാകുന്നു. വല്ലാത്തൊരു ദുരവസ്ഥ തന്നെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് തീർച്ച. ഈരാറ്റുപേട്ട നഗരസഭാ ചെയർപേഴ്സൺ നാസർ പത്രസമ്മേളനം നടത്തി വിവരം പറഞ്ഞതിൻ്റെ അടിയിൽ വന്ന കമൻറ്റുകൾ മാത്രം നോക്കുക. കേരളത്തിൽ മറ്റൊരു നഗരത്തിലും ഇത്തരം അനുഭവം ആർക്കും ഉണ്ടായിട്ടില്ല. നൂറുകണക്കിന് ആളുകൾ അതിലെ പോയപ്പോൾ ഉണ്ടായ അനുഭവം വിശദീകരിക്കുന്നു. ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല. ഈരാറ്റുപേട്ടയിൽ ഇങ്ങനെ സംഭവിക്കുന്നു, അത് മറച്ചുവെക്കാൻ ശ്രമിക്കുന്നു എന്നത്. ഇവിടെയും 14-15 വയസ്സുള്ള പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ഹെൽമറ്റ് വയ്ക്കാതെ സ്കൂട്ടർ ഓടിച്ചതല്ല പ്രശ്നം, നേരെ മറിച്ച് അത് റിപ്പോർട്ട് ചെയ്തതാണ് പ്രശ്നം. അത് പറഞ്ഞയാൾക്കെതിരെ കേസ്, പ്രചരിപ്പിച്ചവർക്കെതിരെ കേസ്, കമൻറ്റ് ചെയ്തവർക്കെതിരെ കേസ്. പക്ഷെ ആ തിരക്കഥ പാളിപ്പോയി. ഇത് വിശദീകരിച്ചുകൊണ്ട് നടത്തിയ പത്രസമ്മേളനം ലൈവായി സംപ്രേഷണം ചെയ്തതിൻ്റെ അടിയിൽ അനുഭവസ്ഥർ നിരനിരയായി വന്ന് നിരക്കുകയാണ്. അനേകം പേർ ഇതിനുമായി ബന്ധപ്പെട്ട സംവാദത്തിൽ ഏർപ്പെടുന്നെങ്കിൽ പോലും ടോമി ജോർജ് എന്ന് പറയുന്ന ഒരാൾ ഇങ്ങനെ എഴുതുന്നു: ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ സാറെ, 2-3 വർഷം മുമ്പ് എൻ്റെ വണ്ടിയെ വന്ന് കടുവാമുഴിയിൽ വെച്ച് പേട്ടക്കാരുടെ വണ്ടി തട്ടിയപ്പോൾ അത് ചോദ്യം ചെയ്യാൻ ഇറങ്ങിച്ചെന്ന എന്നെ ഈരാറ്റുപേട്ടക്കാർ കുറേ ആൾക്കാർ കൂടി എൻ്റെ വണ്ടിയുടെ താക്കോൽ ഊരിയെടുക്കുകയും കേട്ടാൽ അറയ്ക്കുന്ന തെറി വിളിക്കുകയും ചെയ്തതാണ്. എൻ്റെ വണ്ടിയെ തട്ടിയ ആ ചേട്ടനും ചേച്ചിയും മുസ്ലിം സമുദായക്കാരാണ്. എൻ്റെ വണ്ടിക്കൊന്നും പറ്റിയില്ല. അവരോട് ഞാൻ ചോദിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല, ചേട്ടൻ്റെ വണ്ടിക്കൊന്നും പറ്റിയില്ലല്ലോ എന്നവർ പറയുകയും ഞാൻ വണ്ടിയെടുത്ത് പോവുകയും അത് കണ്ടുനിന്ന കുറേ മുസ്ലിം സമുദായക്കാരായ ആൾക്കാർ എൻ്റെ പുറകെ വന്ന് സെൻട്രൽ ജംഗ്ഷനിൽ തടയുകയും കേട്ടാൽ അറയ്ക്കുന്ന ഭയാനകമായി ചീത്ത വിളിക്കുകയും എന്നെ അടിക്കാൻ വരികയും ചെയ്തിട്ടുള്ളതാണ്. ഇതുപോലെ നിരവധി ആൾക്കാർക്ക് അനുഭവമുണ്ട്. അതുകൊണ്ടാണ് സാർ അങ്ങനെയുള്ളവർക്കെതിരെ ആദ്യം നടപടിയെടുക്കും, അല്ലാതെ ഇതിനെതിരെ പ്രതികരിക്കുന്ന ഒരു കുറ്റക്കാരാക്കാൻ നോക്കേണ്ട. ഒരാൾ സ്വന്തം അനുഭവം ഇങ്ങനെ പറയുന്നു. അഡ്വക്കേറ്റ് ജെബി മതിലകം ഇങ്ങനെ എഴുതുന്നു: പേട്ടയിൽ വെച്ച് 10 വർഷം മുൻപ് നേരെ പോകുന്ന എൻ്റെ വണ്ടിക്ക് ചന്ത റോഡിൽ നിന്ന് വന്ന ഒരു കാക്ക മാരുതി 800-മായി വന്നിടിച്ചു. 100% പുള്ളിയുടെ തെറ്റ്. ആളുകൾ കൂടി, എന്നെ അറിയുന്നവർ കുറേ ഉണ്ടായിരുന്നു, അവരും മുങ്ങി. കാരണം ഒരേ മഹലിൽ, പിന്നീട് അവർ തന്നെ പറഞ്ഞതാണ്, പെട്ട ആളാണ് വന്നിടിച്ചത്. ലാസ്റ്റ് മതവും ജാതിയും വർഗീയതയും ഇല്ലാത്ത പേട്ടക്കാർ നേരെ പോയ എന്നെ പ്രശ്നക്കാരനാക്കി കയ്യേറ്റം ചെയ്യാൻ വരെ വന്നു. ആ അവസരത്തിൽ കാക്ക മുങ്ങി. 10 മിനിറ്റിനുള്ളിൽ ബാക്കിയുള്ളവരും. ഞാനൊരു ഈരാറ്റുപേട്ട ഹെയ്റ്ററല്ല, 30% പകരം വെക്കാനാവാത്ത തരം നല്ല മനുഷ്യരുണ്ട്. പക്ഷെ അതിൻ്റെ പേരിൽ ഭൂരിപക്ഷത്തിന് തോന്നിയാസത്തെപ്പറ്റി പറയാതെ വയ്യ. റോജൻ ജോർജ് എഴുതുന്നു: എൻ്റെ ചേട്ട, ഈരാറ്റുപേട്ടയെ ഒന്നും പറയാനില്ല. അവിടെ ഒരു പമ്പിൽ പെട്രോൾ അടിക്കാൻ വാഹനം നിർത്തുന്നു. 3 യുവാക്കൾ പമ്പിലേക്ക് എത്തുന്നു. പമ്പുകാരൻ്റെ കയ്യിൽ നിന്നും നോസ് വാങ്ങി അവർ 50 രൂപയ്ക്ക് അടിക്കുന്നു, പോകുന്നു. ക്യൂവിൽ നിന്ന് ഞാൻ പമ്പിലെ ജീവനക്കാരന് ചോദിച്ചപ്പോൾ ഇത് പേട്ടയാണ്, ഇവിടെ ഇങ്ങനെയാണ്. പാവം ജോലിക്കാരൻ പ്രതികരിച്ചാൽ അവന് പണി കിട്ടും, അതുകൊണ്ട് അവൻ മിണ്ടിയില്ല. വേറൊരാളുടെ അനുഭവമാണ്. ഗ്ലാഡ്സൺ ജോസ്: സഹോദര, കൂടുതൽ വെളുപ്പിക്കേണ്ട. ഈരാറ്റുപേട്ടയിൽ ജനിച്ചു വളർന്ന എനിക്കുണ്ടായ ദുരനുഭവങ്ങൾ ഒരുപാടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് കൈപൊള്ളി ഒരു മെഡിസിൻ സ്റ്റോറിൽ പോയി 35 രൂപയുടെ മരുന്ന് മേടിച്ചിട്ടും 10 രൂപ ബാക്കി 5 രൂപയും മിഠായിയും തന്നു എന്നെ കബളിപ്പിച്ചിട്ടുണ്ട്. 5 രൂപയുടെ മിഠായി വേണ്ട, ബാക്കി 10 രൂപ തന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ മരുന്ന് താങ്കളുടെ 50 രൂപ തിരിച്ചു തരാമെന്ന് പറഞ്ഞ് എൻ്റെ 50 രൂപയും ആ മരുന്നും തിരിച്ചു മേടിച്ച് മെഡിക്കൽ സ്റ്റോറുകാരൻ ഈരാറ്റുപേട്ടയിൽ ഒരു ചെറിയ അഡ്വക്കേറ്റ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇപ്പോഴും ഈരാറ്റുപേട്ടയിലുണ്ട്. വേറെ പല അനുഭവങ്ങളുണ്ട്, ഞാനത് പറയുന്നില്ല. സിമ്മി അഗസ്റ്റിൻ എഴുതുന്നു:
ഈരാറ്റുപേട്ടയിൽ കടുവാമൂഴി മുതൽ നടക്കൽ വരെയുള്ള പ്രദേശത്തുകൂടി വണ്ടി ഓടിച്ചു പോകണം. റോഡൊക്കെ അവിടെയുള്ളവരുടെ വീട്ടുകാരുടെ വകയാണെന്ന രീതിയാണ്. റോഡിൽ നിന്ന് ലെവലേശം മാറില്ല. ഫോൺ മുഴക്കിയാൽ തെറി. വേണമെങ്കിൽ നമ്മൾ വണ്ടി ഏതെങ്കിലും കാട്ടിൽ കൂടി എടുത്തുകൊണ്ട് പോയിക്കൊള്ളണം. പിന്നെ ഹെൽമെറ്റ് വെച്ച് ഓടിക്കുന്ന ബൈക്കുകാരുടെ എണ്ണം തുലവും കുറവേ. അവിടെ ഒരു സബ് ഇൻസ്പെക്ടർ വന്നിരുന്നു. അയാളെ ഭീഷണിപ്പെടുത്തി അവിടെ നിന്ന് ഓടിച്ചു. എൻ്റെ കാറിന് പുറകിൽ ഒരു സ്കൂട്ടർകാരനെ കൊണ്ട് ഇടിച്ച് നിർത്താതെ ഓടിച്ചു പോയ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചുമ്മാതെ ഈരാറ്റുപേട്ട നീ പറയല്ലേ, ഉള്ളതാണ്. ഇങ്ങനെ ഈ പോസ്റ്റിനടിയിൽ മാത്രം നൂറുകണക്കിന് പേരാണ് സ്വന്തം അനുഭവം വിശദീകരിക്കുന്നത്. ഇത്തരമൊരു അനുഭവം മറ്റൊരു നഗരത്തിനുമില്ല. ന്യായീകരിക്കുകയും വിമർശിച്ചവർക്കെതിരെ കേസ് കൊടുക്കുകയും അല്ല ചെയ്യേണ്ടത്. ഈരാറ്റുപേട്ടയ്ക്ക് ഇത്തരമൊരു സ്വഭാവമുണ്ടോ? ഇത്തരം അഹന്ത നിറഞ്ഞ പെരുമാറ്റമുണ്ടോ? അതിലെ കടന്നു പോകുന്ന മനുഷ്യരെ ഭയപ്പെടുത്തുന്നുണ്ടോ എന്ന് അന്വേഷിച്ച് അതിന് തടയിടണം. ഈരാറ്റുപേട്ട വഴി വല്ലപ്പോഴും കടന്നു പോകുന്ന വ്യക്തിയാണ് ഞാൻ. ഇത്തരം അനുഭവങ്ങളുണ്ടാവാൻ ഇടയുള്ളതുകൊണ്ട് വളരെ ജാഗ്രതയോടെ ശ്രദ്ധയോടെ ഒതുങ്ങിയും പമ്മിയുമൊക്കെ അവിടെ അങ്ങ് കടന്നു പോവുക മാത്രമാണ് ചെയ്യുന്നത്. ഇതിനെ വർഗീയതയായി കാണരുത്. മുസ്ലിം ഭൂരിപക്ഷമുള്ള കേരളത്തിലെ ഏക ടൗൺ ഈരാറ്റുപേട്ടയല്ല. എന്നിട്ടും ഈരാറ്റുപേട്ടയെക്കുറിച്ച് മാത്രം ഇങ്ങനെ പരാതി ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണെന്ന് അന്വേഷിക്കണം, പരിഹാരം കണ്ടെത്തണം. അതേസമയം ഈരാറ്റുപേട്ടയെ അപമാനിക്കുമെന്ന് വിശ്വസിക്കുന്ന എല്ലാ മതവിഭാഗത്തിലുംപ്പെട്ട ധാരാളം പേർ ഈരാറ്റുപേട്ടയിൽ താമസിക്കുന്നുണ്ട്. ഈരാറ്റുപേട്ട വഴി നിരന്തരം യാത്ര ചെയ്യുന്ന തീക്കോയി സ്വദേശിയായ മറുനാടൻ പ്രതിനിധി സ്റ്റാൻലി ജോസഫ് ഇങ്ങനെ പറയുന്നു. ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഈരാറ്റുപേട്ട ചുറ്റിപ്പറ്റി ഉണ്ടാകുന്നൊരു വിവാദമുണ്ട് കേട്ടോ. അതിനകത്ത് ഈരാറ്റുപേട്ടക്കാർ മൊത്തം മോശക്കാരാണ്, ഈരാറ്റുപേട്ടയെ കുറിച്ച് വളരെ നെഗറ്റീവായിട്ടും വളരെ ആക്ഷേപകരമായിട്ടും നടക്കുന്നൊരു സംഘടിത പ്രചരണമുണ്ട്. അത് ശരിക്കും നിരാശയുണ്ടാക്കുന്നതും പ്രയാസം ഉണ്ടാക്കുന്നതും വിഷമം ഉണ്ടാക്കുന്നതുമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അങ്ങനെ ഒരു ആക്ഷേപം അർഹിക്കാത്ത ആൾക്കാരാണ് ശരിക്കും ഈരാറ്റുപേട്ടക്കാർ. അതുകൊണ്ടാണത്. ഈരാറ്റുപേട്ടയിൽ എല്ലായിടത്തും ഉള്ളതുപോലെ ചില പ്രവണതകളുണ്ട്. ഇവിടെ ചില പ്രവണതകൾ രൂക്ഷമായത് ഉണ്ട്. പക്ഷെ അതൊക്കെ പരിഹരിക്കാൻ ഇതൊരു സമൂഹമല്ലേ. ഈ സമൂഹത്തിൻ്റെതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന ഒരു സ്ഥലമാണിത്. ഒതുക്കേണ്ടത് ഒതുക്കാനും നിയന്ത്രിക്കേണ്ടത് നിയന്ത്രിക്കാനും ഒക്കെ ഇവിടെയുള്ളവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്ത് സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങുക, സന്തോഷം കൊടുത്ത് സന്തോഷം വാങ്ങുക, ആ ഒരു പ്രവണതയുള്ള സഹോദരത്തോടെയും മര്യാദയോടെയും വിനയത്തോടും കൂടി മനുഷ്യരുടെ ഇടപെടുകയും ചെയ്യുന്നൊരു സ്ഥലമായത്. സഹജീവികളുടെ മനപ്രയാസങ്ങൾ, സഹജീവികളുടെ വിഷമങ്ങൾ എല്ലാം തിരിച്ചറിയുകയും സഹജീവികൾക്ക് വേണ്ടിയത് എന്താണോ അത് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് ഇവിടെ. ശരിക്കും ദൈവഭയത്തിൽ ജീവിക്കുന്ന, എന്റെ ഒരു പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവന് വിഷമമോ ബുദ്ധിമുട്ടോ ഉണ്ടാകരുതെന്ന് മനസ്സിലാഗ്രഹിക്കുക, അത് ജീവിതത്തിൽ പ്രവൃത്തിയിൽ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നൊരു വിഭാഗം ആൾക്കാരാണ് ഈരാറ്റുപേട്ടക്കാരെന്ന് പറയുന്നത്. ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിലെ അതിർത്തിക്കുള്ളിൽ ജീവിക്കുന്ന 25,000-35,000 ആൾക്കാരല്ല. ഈരാറ്റുപേട്ടയിലേക്ക് വരിക, ഈരാറ്റുപേട്ടയിലൂടെ പോവുകയും ഈരാറ്റുപേട്ടയിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്ത് 10,000-കണക്കിന് ആൾക്കാരുമായിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാരുമായിട്ട് ഇടപെടുന്ന ഒരു വലിയ സമൂഹമാണ് ഈരാറ്റുപേട്ടക്കാരെന്ന് പറയുന്നത്. വലിയൊരു വ്യാപാര സമൂഹമാണ്. നിങ്ങൾ ഈരാറ്റുപേട്ടയിൽ വന്ന് ഇടപെട്ട് നോക്കണം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഈരാറ്റുപേട്ടയിൽ നിന്ന് കേൾക്കുന്നതല്ല ഈരാറ്റുപേട്ട എന്ന്. ഈരാറ്റുപേട്ടയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷവും സ്നേഹവും സൗഹൃദവും ഫീൽ ചെയ്യാൻ പറ്റും, അനുഭവിക്കാൻ പറ്റും. ഇവിടെ ഒരിക്കലും ഒരു ആളും ആക്രമിക്കപ്പെട്ടിട്ടില്ല. ഇവിടെ ഒരിക്കലും ഒരു സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം ഉണ്ടാകുന്നില്ല. ഏത് നട്ടപ്പാതിരായിരിക്കും നിങ്ങൾ ഈരാറ്റുപേട്ടയിൽ സുരക്ഷിതനാണ്. നിങ്ങളെ ഒരു വിഭാഗം അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ രക്ഷിക്കാൻ ഒരു വിഭാഗം അപ്പം തന്നെ അവിടെ ഉണ്ടാവും. നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കി, നിങ്ങളുടെ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കി അതിനെ കൃത്യമായിട്ടും നിങ്ങൾക്ക് ഒരു കരം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നീണ്ടുവരും. അങ്ങനെ വരുന്ന ഒരാളിന് അവിടെ ഒരു അപ്രകാരം സഹായിക്കാൻ ഇറങ്ങുന്ന ഒരുത്തന്നെ മാനിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഇവിടെ. നിങ്ങളത് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇവിടെ വന്നിട്ടൊരു വ്യാപാരം ചെയ്ത് നോക്കി. നിങ്ങൾ എറണാകുളത്തോ കോട്ടയത്തോ പാലായിലോ പോയി ബിസിനസ് ചെയ്യുന്നു. ഇപ്പോൾ കോട്ടയത്ത് ഇടപെടാനേ കൊള്ളുകയില്ല. പാലായിൽ ചെന്ന് ബിസിനസ് ചെയ്ത് നോക്കി. അവിടെ എറണാകുളത്ത് കിട്ടുന്ന എല്ലാ സംവിധാനങ്ങളും എല്ലാ ഉൽപ്പന്നങ്ങളും ഇവിടെ കിട്ടും. അതിന്റെ എല്ലാ റേഞ്ചും ഇവിടെ കിട്ടും. ഇപ്പം 139 രൂപയുടെ ടാറ്റയുടെ പൈപ്പും കിട്ടും, 107 രൂപയുടെയും 97 രൂപയുടെയും കിട്ടും. ഒരേ സമയം എല്ലാ കാര്യം ഇപ്പം നമ്മളൊരു കടയിൽ ചെന്നിട്ട് ഒരു സാധനം വാങ്ങാൻ വന്നതാണ്, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ആവശ്യമാണ്, പ്രോഡക്റ്റ് ഒന്നും വാങ്ങാനില്ലെന്ന് പരിചയപ്പെടാമെന്നാണ്. ജസ്റ്റ് അവിടെ വാങ്ങാൻ നിൽക്കുന്നവനെ മാറ്റി നിർത്തിയിട്ട് അപ്പം തന്നെ നമ്മളെ കൊണ്ടുപോയി എല്ലാ പ്രോഡക്റ്റുകളും ഉൽപ്പന്നങ്ങളും കാണിക്കും, പരിചയപ്പെടുത്തും. കാരണം വാങ്ങുന്നവനല്ല, വാങ്ങാൻ വരുന്നവന് നമ്മളിൽ തൃപ്തരാകണം. അവൻ നാളെ അത് മറ്റുള്ളവരോട് പറഞ്ഞ് കൂടുതൽ ആൾക്കാരെ
ഇവിടെ പരിചയപ്പെടുത്തണം, ഇത് അവിടെ ഇങ്ങനെ സംഭവങ്ങളുണ്ട് എന്ന് പരിചയപ്പെടുത്തണം. അതിൽ ബിസിനസ് കാണുന്നവരവര്. ഒരു പ്രോഡക്റ്റിന് ന്യായമായ ലാഭം ഉണ്ടല്ലോ, ആ ലാഭത്തിൽ നിന്ന് കുറെ ഭാഗം ത്യജിച്ചിട്ട് കുറച്ചിട്ട് ബിസിനസ് പിടിക്കും. അവര് 100 രൂപയ്ക്ക് ലാഭത്തിൽ ഒരു സാധനം വിൽക്കുന്നതിനേക്കാൾ 10 രൂപ ലാഭത്തിൽ 10 പ്രോഡക്റ്റ് വിൽക്കുന്നതിന് പ്രാധാന്യം കൊടുക്കുന്നവരാണത്. ഇപ്പൊ ഒരു സാധനം സന്തോഷത്തോടെ, നമ്മുടെ കടയിൽ വന്ന് ഒരാൾ സാധനം വാങ്ങിക്കുന്നു എന്ന സന്തോഷത്തോടു കൂടി ആ സാധനം തരാനും സന്തോഷത്തോടു കൂടി അത് വാങ്ങിക്കൊണ്ടുപോയി സന്തോഷത്തോടെ ഉപയോഗിക്കാനും ഉപഭോക്താവിനും കഴിയുന്ന ഒരിടമാണിത്. അതിൽ നന്ദിയുള്ളവരുമാണ് അവർ. ആ നന്ദി മനസ്സിലല്ല, മനസ്സിലും ചുമ്മാ ഫോർമാലിറ്റിക്ക് പ്രകടിപ്പിക്കല്ല, അവന്റെ ഉള്ളിൽ നിന്ന് സന്തോഷം അവൻ പ്രകടിപ്പിക്കുകയും ഉള്ളിൽ നിന്ന് അത് അനുഭവിപ്പിക്കുകയും ചെയ്യും. അത് അങ്ങനെ ഫീൽ ചെയ്ത് നിങ്ങൾക്കൊരു വ്യാപാരത്തിന് ഇപ്പോൾ ഫീൽ ചെയ്ത് അനുഭവിക്കാൻ പറ്റുന്ന സ്ഥലം. ഈ പരിസരത്ത് ജീവിക്കുന്ന എല്ലാ ആൾക്കാരും പിന്നെ വലിയ ആൾക്കാരല്ലല്ലോ, സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ജീവിക്കാൻ വേണ്ട സാധനങ്ങൾ അവരുടെ ആവശ്യത്തിനുള്ളത് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യും. രാവിലെ ഭക്ഷണം കഴിക്കാനായിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള 100 രൂപ എടുത്താൽ മതി. 5, 6, 7 പേരുള്ള ഒരു കുടുംബത്തിന് വേണ്ട ഫുഡ് റെഡി ടു ഈറ്റ് ഇവിടെ കിട്ടും. ഇഡ്ഡലിയോ ദോശയോ അപ്പോ ഇടിയപ്പോ പത്തിരിയോ എല്ലാം തലേദിവസം കിട്ടും. അരിഞ്ഞു വെച്ച പച്ചക്കറികൾ കഴുകി വൃത്തിയായിട്ട് സെലക്ട് ചെയ്ത് വൃത്തിയായിട്ട് അരിഞ്ഞ് വെച്ച പച്ചക്കറി ഐറ്റംസ് കിട്ടും. ദോശമാവ് കിട്ടും, ഇഡ്ഡലി മാവ് കിട്ടും, മുളക് പൊടിയോ മല്ലിപ്പൊടിയോ സാമ്പാർ കഷ്ണമോ അവിയൽ കഷ്ണമോ കാപ്പിപ്പൊടിയോ എല്ലാം ഇവിടെ ലഭിക്കും. വേവിച്ച് വെച്ച ചക്കപ്പഴുക്ക് കിട്ടും ഇപ്പോൾ ഇവിടെ, സീൽ ചെയ്ത് 1 മാസത്തിനുള്ളിൽ ഉപയോഗിച്ചാൽ മതി. ഒരു പ്രിസർവേറ്റീവും ചേർക്കുന്നില്ല. ജർമ്മൻ സാങ്കേതിക വിദ്യ അത്രയ്ക്കും ജനങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു സമൂഹമാണ് ഇവിടെ ഈരാറ്റുപേട്ട. അവിടെ ഒരു വിഭാഗം ആൾക്കാർ മാത്രമല്ല ഇവിടെ ഉള്ളത്, എല്ലാ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എല്ലാവരും ചേർന്ന് ഇടപഴകി ജീവിക്കുന്ന ഒരു സൗഹൃദ കൂട്ടായ്മയാണ് ഞങ്ങളുടെ എന്ന് വെച്ചാൽ. ഒരു കടയിൽ വന്നിട്ടൊരു സാധനം അല്ലെ, ഞങ്ങൾ ഈരാറ്റുപേട്ട വന്ന് വരുന്ന ഒരാളിനോട് തിരിച്ചു പോകുമ്പോൾ ഓരോ ഈരാറ്റുപേട്ടക്കാരും മനസ്സിലും വാക്കിലും പറയും, ഞങ്ങളുടെ കുറവുകൾ നിങ്ങൾ ഞങ്ങളോട് പറയുക, ഞങ്ങളുടെ മെച്ചങ്ങൾ മേന്മകൾ ഞങ്ങളുടെ സന്തോഷങ്ങൾ നിങ്ങൾ മറ്റുള്ളവരിലോട് പറയണം, വീണ്ടും വരണം. ഞങ്ങളുടെ ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്നതല്ല. ഞങ്ങൾക്ക് നാളെയും നിങ്ങളുടെ സൗഹൃദം എക്കാലവും, ഇന്ന് വന്ന് ഒരു പ്രാവശ്യം ഞങ്ങളോട് ഇടപെടുന്നവൻ എക്കാലവും ഞങ്ങളോട് ആ സൗഹൃദം നിലനിർത്തണം എന്ന് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പറയുന്ന ഒരു സമൂഹമാണ് കേരളത്തിൽ. ഏതെങ്കിലും ഒരു സാമൂഹ്യ ദുരന്തം ഉണ്ടാകുമ്പോഴോ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായാൽ മറ്റുള്ളവർക്ക് വേദനിക്കുന്ന ഒരു അവസ്ഥയിൽ അവരുടെ വേദന ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ വേദനയൊപ്പം വേദനിച്ചുകൊണ്ട് അവരോട് സഹകരിക്കാനായിട്ട് മിന്നും പിന്നും നോക്കാതെ ചാടി ഇറങ്ങുന്നൊരു വിഭാഗം ഉണ്ടെങ്കിൽ അത് കേരളത്തിൽ ഈരാറ്റുപേട്ടക്കാർ മാത്രമേ. ജീവൻ കളഞ്ഞിട്ട് ചാടി വീഴുകയാണ്. എന്ത് സഹായം. ഇപ്പൊ ഈരാറ്റുപേട്ട ഒരു അപകടം ഉണ്ടായി, നിങ്ങൾ ഒരിക്കലും വഴി കടന്നു പോകാല. സ്പോട്ടിൽ അത് വലിയവനെന്നോ ചെറിയവനെന്നോ ഒന്നും മാറ്റമില്ല, അപ്പോഴവന് വേണ്ടതെല്ലാം ചെയ്യും. ബ്ലഡ് വേണം ബ്ലഡ് കൊടുക്കും, പണം ഇല്ലെങ്കിൽ പണം ചെയ്യും. എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു സമൂഹമാണത്. നമുക്ക് അറിയാത്തതുകൊണ്ടാണ്. അങ്ങനെയുള്ളൊരു സമൂഹം കേരളത്തിൽ വേറെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഈരാറ്റുപേട്ടയിൽ വന്ന് ജീവിക്കുന്ന ചില പ്രവണതകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് സമൂഹത്തിലെ പ്രവണതകൾ ഉണ്ടാകുമ്പം അത് പോലീസ് സ്റ്റേഷനിലെ കോടതിയിലെ ഇല്ലെന്ന പിന്നെ സമൂഹത്തിന് അതിനകത്ത് പിന്നെ റോളൊന്നുമില്ല. സമൂഹം തന്നെ അത് തിരിച്ചറിഞ്ഞിട്ട് പ്രായോഗികമായിട്ട് അവരെ ഇല്ലായ്മ ചെയ്ത് ആ പ്രവണത ഇല്ലെന്നാക്കി കളയുക എന്നുള്ളത്, അതും ഈ ഈരാറ്റുപേട്ടയിലെ ഒരു പ്രത്യേകത. ഇപ്പൊ പോപ്പുലർ ഫ്രണ്ട് ആണെങ്കിലും അല്ലെങ്കിൽ അവരുടെ ഒരു അക്രമകരമായ ഒരു പ്രവണത അവിടെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ അതിനകത്ത് ഇടപെട്ട് അത് ഫ്രീസ് ചെയ്ത് അവരെ പറഞ്ഞു മനസ്സിലാക്കി അതിൽ നിന്ന് അവരെ ഒഴിവാക്കി കൊണ്ട് സൈഡ് ഒതുക്കാൻ അത് പേട്ടക്കാർക്ക് പ്രത്യേക നായക്കുണ്ട്. ഇപ്പൊ ആ പുഞ്ഞാറുപള്ളിയിലെ വിഷയം ഉണ്ടായി. വളരെ എത്ര പെട്ടെന്നാണ് സമുദായ നേതാക്കളും പൊതുപ്രവർത്തകരും ഒന്നിച്ച് ഇടപെട്ട് ആ വിഷയം പറഞ്ഞു പരിഹരിച്ചെന്ന് മാത്രമല്ല, ആ പരിപാടിയായിട്ട് ഇറങ്ങിയവനെ അത് കൃത്യമായിട്ട് അവര് പറഞ്ഞു മനസ്സിലാക്കി ആ പിള്ളേരെ ഒതുക്കി അവരെ ബോധവൽക്കരിക്കുന്നതിന് അവർക്ക് സാധിച്ചു. എല്ലാ പേട്ടയിലുണ്ടായ എല്ലാ പ്രവണതകളും അങ്ങനെ തന്നെയാണ്. അവര് തന്നെ അത് ഇല്ലായ്മ ചെയ്യുക ചെയ്തത്. അപ്പൊ അവിടെ ഉണ്ടാകുന്ന പ്രവണതയ്ക്ക് അവര് തന്നെ ഇടപെടുന്നു. ഇപ്പൊ ഈ ഒരു വിഷയമുണ്ട്. ഇപ്പൊ പിള്ളേര്
വണ്ടിയെടുത്തിറങ്ങുന്നത് അത് വളരെ കുറച്ച് കാലങ്ങളായിട്ട് പേട്ടക്കാർ അതിനകത്ത് അലർട്ടാണ്. ഇപ്പൊ അതങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പൊ അയാൾ അത് വീഡിയോ ഇറക്കിയതിന് അയാളെ കുറ്റപ്പെടുത്താനൊന്നുമില്ല. കാരണം അയാൾ അവിടെ നിന്നിട്ട് വിചാരണ ചെയ്യപ്പെട്ടു, ഭാര്യ അവഹേളിക്കപ്പെട്ടു, പോലീസ് സ്റ്റേഷനിൽ ചേട്ടൻ 1.5 മണിക്കൂർ വെയിലത്ത് നിന്നുകൊണ്ട് തിക്താനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് അയാൾ പ്രതികരിക്കും. അത് പ്രതികരിച്ചതിനകത്തൊന്നും ഒരു കുറ്റമൊന്നുമില്ല. അതിനെ കുറ്റപ്പെടുത്താനൊന്നും നമ്മളില്ല. ആ പിള്ളേര് മൈനറായിട്ടുള്ള കുട്ടികൾ വാഹനം ഉപയോഗിക്കുന്നത് അതിവിടെ വ്യാപകമാണ്. അതിനെതിരെ ഇവിടുത്തെ സമൂഹത്തിൽ തന്നെ വലിയ എതിർപ്പുണ്ട്. അവരത് ഇനിയിപ്പോ കുറച്ചുകൂടി ജാഗ്രതയോടെ ഇടപെടും, ഇവന്മാരെ നിർത്തും. നിങ്ങൾ നോക്കിക്കൊള്ളൂ. പേട്ട എങ്ങനെയാണ് സമൂഹത്തിന് വേണ്ടതെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സമൂഹമാണ് ഈരാറ്റുപേട്ട ഇരിക്കുന്നത്. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അറിയാം. തമ്മിൽ കാണാത്തവരെ തമ്മിൽ ഇടപെടാത്തോ ഇന്നടത്ത് താമസിക്കുന്ന ഇന്നാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവരെ അറിയുകയും അവരുമായിട്ട് ഇടപെടുകയും ചെയ്യുന്നു. കൃത്യമായിട്ട് എല്ലാവരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സമൂഹമാണ് ഇവര്. ഒരുത്തന്റെ വേദനകളും എല്ലാം സമ്പത്തിലും ദാരിദ്ര്യത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും ഇടപെടുന്ന ഒരു സമൂഹമാണ് ഇവര്. അതുകൊണ്ട് പേട്ടയെക്കുറിച്ച് ഒരു തെറ്റായ ഒരു വശം മാത്രം പ്രചരിപ്പിക്കുന്നത് അത് ഞങ്ങൾ അർഹിക്കുന്നില്ല. പേട്ടക്കാർ അത് അർഹിക്കുന്നില്ല. അങ്ങനെ ജീവിക്കുന്ന ഒരാൾക്കാരല്ല നമ്മള്. ഇവിടെ അക്രമമോ ഇവിടെ എവിടെയാണ് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളോ സാമൂഹ്യ ദുരന്തങ്ങളോ ഒന്നും ഈരാറ്റുപേട്ടയിലില്ല. അത് പ്രചരിപ്പിക്കപ്പെടുന്ന രീതിയിലല്ല ഈരാറ്റുപേട്ട. ഈരാറ്റുപേട്ടയിലെ ആൾക്കാർ 99% ആൾക്കാരും നല്ല മനുഷ്യരാണ്. നല്ല സ്നേഹവും നല്ല സൗഹൃദവും നല്ല വിനയവും നല്ല മര്യാദയും നല്ലത് ചെയ്യുന്നവരുമാണ്. ഇവിടെ വന്നു കഴിഞ്ഞ ആൾക്കാരുമായിട്ട് ഇടപെട്ട് നോക്കുമ്പോൾ അറിയാം എത്ര വിനയത്തോടും എത്ര മാന്യമായിട്ടും എത്ര പ്രായോഗികമായിട്ടാണ് ഇവരൊക്കെ ഇടപെടുന്നത് എന്നുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ഇത് അർഹിക്കുന്നവരല്ല. ഞങ്ങൾ ഇനി ഈരാറ്റുപേട്ട പറയുന്നത് തന്നെയാണ്. ഞങ്ങളുടെ കുറവുകൾ ഞങ്ങളോട് പറയുക, ഞങ്ങളുടെ മേന്മകൾ അതിനേക്കാൾ ഉച്ചത്തിൽ നിങ്ങൾ മറ്റുള്ളവരോട് പറയണം. ഒരിക്കലും പേട്ടയെ ഒറ്റപ്പെടുത്തരുത്. ഒറ്റപ്പെടാൻ അർഹിക്കാത്ത ഒരു വിഭാഗമാണ് ഈ ഈരാറ്റുപേട്ടക്കാര്. ഒരുപാട് നന്മകൾ ചെയ്യുക, ഒരുപാട് സ്നേഹവും ഒരുപാട് സന്തോഷവും പ്രദാനം ചെയ്യുന്ന ഒരു സമൂഹം എന്തിനാണ് ഇങ്ങനെ ഒറ്റപ്പെടുന്നത്? അത് അനീതിയാണ്. ചില തെറ്റുകളുണ്ടെങ്കിൽ ആ തെറ്റുകളെ നിങ്ങൾ കാണിച്ചോളൂ, ആ തെറ്റുകളെ മാത്രമേ പറയാവൂ. പക്ഷെ ഞങ്ങളെ ആകെ ആക്ഷേപിക്കരുത്.